ഹമാസിന്റെ ചിറകരിഞ്ഞ് ഇസ്രായേൽ. ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള നേട്ടമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കൈവരിച്ചത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് അതിസാഹസികമായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ ലോകം വളരെയധികം ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത്. പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യയിലെ ഭീകര സംഘടനകളുടെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇറാൻ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിന് നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള, യമനിൽ നിന്നും ഹൂതി തീവ്രവാദികൾ, ഒപ്പം തന്നെ സിറിയയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദികൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കാനുള്ള ഒരു നീക്കത്തിലാണ് എന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ നടത്തിയ ഈ തന്ത്രപരമായിട്ടുള്ള ഓപ്പറേഷൻ, അതിന്റെ ഇമ്പാക്ട്, അത് എങ്ങനെയാണ് ഹമാസിന്റെ ചിറക് അരിയുന്നത്? ഒപ്പം തന്നെ ഈ മണിക്കൂറുകളിൽ മധ്യപൂർവേഷ്യയിൽ സംഭവിക്കുന്ന നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ അത് ലോക സമാധാനത്തെ എത്രത്തോളം ബാധിക്കും തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് റോബിൻ റോസ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആ ഭീകരാക്രമണം, അതിലൂടെ ഇസ്രായേലിന് സംഭവിച്ച ഒരു നഷ്ടം നമുക്കറിയാം. അതിനുശേഷം ഇസ്രായേൽ ഹമാസിന് നേരെ കൈവരിച്ചിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള നേട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം. കാരണം ഈ ഒക്ടോബർ 7 ആ ഭീകര ആക്രമണ സമയത്ത് ഈ ഖത്തറിലിരുന്നാണ് ഈ ആള് ഓപ്പറേറ്റ് ചെയ്യണത്, അതിന്റെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഹമാസിന്റെ ഒരു മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയ തന്നെയാണ്. അന്ന് ആ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ, അതിന്റെ ഭീകര ദൃശ്യങ്ങൾ, അതായത് ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് ഈ ഇസ്മായിൽ ഹനിയ പൊട്ടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ്. അത് എത്രത്തോളം ആസൂത്രണം ഈ ഇസ്മായിൽ ഹനിയുടെ ഭാഗത്ത് നിന്നും ഈ ഒക്ടോബർ 7 ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു നാം കണ്ടത്. ഈ ഒരു ഓപ്പറേഷൻ, അതായത് അത് ചിന്തിക്കേണ്ടത്, ഇത് ഗാസയിലേക്കല്ല ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയത്, ഇറാന്റെ മണ്ണിലാണ് ഈ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഇറാന്റെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാ ഭീകര സംഘടനകളുടെയും തലവന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ ആൾക്കാരുണ്ടായിരുന്നു, യമനിലെ ഹൂതി ഭീകര സംഘടനയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിതീവ്ര നിലപാടുള്ള ഒട്ടനവധി നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹമാസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിത സ്ഥാനമെന്ന് അവർ കരുതിയിരുന്ന ഇടത്താണ് ഇസ്രായേലി ആക്രമണം നടത്തിയത്. നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് ചർച്ച ചെയ്യേണ്ടത്, ഈ ഒരു ആക്രമണം പ്രത്യേകിച്ച് ഓൾറെഡി മധ്യപൂർവേഷ്യ ഒരു ഡീസ്റ്റെബിലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണം, ഹമാസിന് നേരെ ഇസ്രായേൽ കൈവരിച്ച ഈ ഒരു വിജയം എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും? ഒരു രീതിയിൽ പറഞ്ഞാൽ ലോകം ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ അവരുടെ നേതാവിനെ വധിച്ചു, ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചു. അതിന് ഹിസ്ബുള്ള അതൊരു ഓൾ ഔട്ട് വാറിലേക്ക്, ഒരു വലിയ യുദ്ധത്തിലേക്ക്, ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകം നയപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതുപോലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട വസ്തുത. ഇനി ഇത് ഏത് വഴിക്കെല്ലാം പോകും എന്നതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഇറാനിൽ ഇപ്പം ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടന്ന് അവര് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു. അമേരിക്ക പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ലെബനോനിൽ നിന്ന് തന്നെ പൗരന്മാരോട് പോകരുതെന്നും അവിടെ നിന്ന് പിന്തിരിയാനും അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും, ഈ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിലേക്ക് ഇറാൻ നേരത്തെ നടത്തിയ ആക്രമണത്തിനുള്ള കൃത്യമായ മറുപടി ഇറാൻ കൊടുത്തത് ഇപ്പോഴാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ, ഇറാൻ അന്ന് നടത്തിയ ആക്രമണം തിരിച്ച് ഇസ്രായേൽ എന്ത് ആക്രമണം നടത്തി, ചില ആക്രമണം നടത്തി എന്നുള്ള ഒരു ചർച്ച നടന്നതല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല. പക്ഷെ ഇത് വളരെ കൃത്യമായി ഇസ്രായേലിൽ കൃത്യമായി ആക്രമണം നടത്തി. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇയാൾ ഖത്തറിലുണ്ടായിരുന്നു, ഈ ഇസ്മായിൽ ഹനിയ ഖത്തറിലുണ്ടായിരുന്നു.
ഈജിപ്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്താൻ ഇയാൾ പോയിരുന്നു. അന്നൊന്നും ആക്രമണം നടത്തിയില്ല ഇസ്രായേൽ. എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇത് രണ്ടും. അവിടെ വെച്ച് ഇസ്രായേൽ ഇത് നടത്തിയില്ല. ഇവരിത് നടത്തിയത് ഇറാനിൽ വെച്ച് നടത്തി. രണ്ട് രാജ്യങ്ങളും വേണമെങ്കിൽ നടത്തായിരുന്നു. റിസോഴ്സും ഇസ്രായേലിന്റെ പക്കലുണ്ട്. ഉണ്ട്. കാരണം ഈ യഹിയ എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു നേതാവിൽ, ഈ ഹമാസിന്റെ മറ്റൊരു നേതാവിനെ ഈ ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചത് വാക്കിംഗ് ഡെഡ് മാൻ എന്നാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ ചത്ത മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഇത് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, ഇവരെ കൊല്ലാമായിരുന്നു, എപ്പോ വേണമെങ്കിലും കൊല്ലാമായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇത് ഇറാനിൽ വെച്ച് തന്നെ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഇമ്പാക്ട്. എന്ന് വെച്ചാൽ ഒരു ഇറാനെ സംബന്ധിച്ച് ഇറാനെ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി ഇറാൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. കാരണം ഇറാൻ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും റഷ്യക്ക് ഒരു രീതിയിൽ ഇടപെടേണ്ടി വരും, ചൈനയ്ക്ക് ഒരു രീതിയിൽ ഇടപെടേണ്ടി വരും. നമ്മൾ പക്ഷേ ഈ സമയത്ത് ഇപ്പം അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു അറിവുമില്ലാന്ന്. പക്ഷേ ഈ സമയത്ത് ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ വാറിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ചൈന കടലിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തൈവാൻ മേഖല ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ചൈന അവിടെ കടലിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമേരിക്ക ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റം കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അത് സ്ഥാപിച്ചത് ഈ ഒക്ടോബർ 7 ശേഷം ആണ് ഈ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അവിടെ കൊണ്ട് ഇത് സ്ഥാപിച്ചതെന്ന് ഓർക്കണം. അന്നേരം സ്ഥാപിച്ചാണ്. അതുകൂടാതെ ആയുധങ്ങൾ കൊടുക്കുന്നു. അതിന്റെ പേരിൽ ചൈന അമേരിക്കയ്ക്കെതിരെ വളരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ റഷ്യ ഉക്രൈൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്ക ഉക്രൈൻ ആയുധങ്ങൾ കൊടുത്തു. ഈ ആയുധങ്ങൾ റഷ്യൻ ടെറിട്ടറിയിലേക്ക് കയറി ആക്രമിക്കാൻ അനുവാദം കൊടുത്തു. റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ടെറിട്ടറിയിലേക്ക് ആക്രമണം ഉണ്ടായാൽ ന്യൂക്ക് വെച്ച് ഞങ്ങൾ എല്ലാം തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവിടെ രണ്ട് സ്ഥലത്തും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഈ പശ്ചിമേഷ്യയിൽ ഇവിടെയും യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വളരെ രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ആര് ഗെയിൻ ചെയ്യും, ഇസ്രായേൽ എത്രത്തോളം ഗെയിൻ ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ തുർക്കി പറഞ്ഞതാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ളത്. അങ്ങനെ വന്നാൽ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ എബ്രഹാം അക്കോർഡിലൊക്കെ ഒപ്പുവെച്ചു എന്ന് പറയുന്ന ഈ അറേബ്യൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ പറയുന്ന ഈജിപ്ത് പോലും മാറി ചിന്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവരൊന്നും ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ ഇനി അത് കൂടാതെ പറയുകയാണെങ്കിൽ ലോകത്താകമാനമുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള ഇപ്പം നമ്മൾ കസാക്കിസ്ഥാനാണ്, ഉസ്ബെക്കിസ്ഥാനാണ്, ആ മേഖലയിലുള്ള രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിലും ആ രാജ്യങ്ങളിലെല്ലാം മുസ്ലിംസും അവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇത് വെറും ഒരു ഇറാൻ വാറായി മാറുകയില്ല. മുഴുവൻ രാജ്യങ്ങളിലേക്കും യുദ്ധം പടരുന്ന രീതിയിലേക്ക് ഈ വാർ മാറും എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ആശങ്കയോടെ കാണുന്ന ഒരു വസ്തുത എന്നുള്ളത്. റോബിൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഹമാസ് അനുകൂല ഒരു വികാരം, അല്ലെങ്കിൽ ഈ ഭീകര സംഘടനയായ ഹമാസിനോടുള്ള ഒരു അനുകൂല വികാരം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ശക്തമാണ്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റോസ്. അതായത് ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഈ ഇസ്മായിൽ ഹനിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പോരാളി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട്, രക്തസാക്ഷി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ തെരുവുകളിൽ കൂടെ, അത് ഒരു കൈക്കുഞ്ഞിനെയൊക്കെ കൈകളിൽ എന്താണ് സ്ത്രീകളടക്കമുള്ളവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവിലൂടെ പോകുന്നു. നമുക്കറിയാം കേരളത്തിന് ഒരു പ്രത്യേക പശ്ചാത്തലം അറിയാം. വളരെയധികം ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം, അനേകം പേരുടെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യത്തിലാണ് അനേകം പേരുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരന്റെ മരണത്തിൽ ഒരു സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട്, റോബിൻ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷി എന്ന് വിളിച്ചുകൊണ്ട്, പോരാളി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സോളിഡാരിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ആ ഒരു ഐക്യദാർഢ്യ റാലി, അത് ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തേണ്ടതല്ല, ശരിക്കും മതേതര മനസ്സുള്ള കേരള സമൂഹത്തെ ഭയപ്പെടുത്തേണ്ട ഒരു റാലി തന്നെയാണ് അവിടെ നടന്നത്. നമുക്ക് റോസിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് തന്നെ ചെയ്ത ഒരു സ്റ്റോറിയിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹുവിന്റെ ഒരു മാസ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. അത് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് തങ്ങളെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെ തീർത്തിരിക്കും.
ഈ ഇറാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സോൺ ആയിട്ട് കരുതിയിരുന്ന ഒരു പ്രദേശമാണ് ഇറാൻ. അവിടെ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേൽ താരങ്ങളെ കൊലപ്പെടുത്തി അതിന്റെ പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിച്ചവരെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടാണ് മൊസാദ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയല്ലേ ഇസ്രായേൽ നൽകുന്നത്? തങ്ങളെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടത്തില്ല എന്നൊരു കൃത്യമായിട്ടുള്ള സന്ദേശം. ശരിക്കും ഈ ഇസ്രായേലും ഇസ്രായേലിന്റെ ശത്രുക്കളും തമ്മിലുള്ള ഒരു ഹിസ്റ്ററി എടുത്താലും ഇപ്പോൾ ഉള്ള ആ ഒരു രീതികളും പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാം, ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മരണം അതിന് ഉത്തരവാദികൾ അവർ തന്നെയാണ്. അവർ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് അവരുടെ മരണം. അവരുടെ പ്രവൃത്തികളാണ് അവരുടെ മരണത്തിന് ഉത്തരവാദി. അത് തന്നെയാണ് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മരണത്തിന് ഉത്തരവാദികൾ അവർ തന്നെയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ആരുടെയും മരണം ആഘോഷിക്കപ്പെടേണ്ടതല്ല. അതിന് നമുക്ക് അവകാശവും ഇല്ല. കാരണം ജീവൻ എടുക്കുന്നതും ജീവൻ തരുന്നതും ദൈവമാണ്. പക്ഷെ ഇസ്രായേലിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അത് ഭയങ്കര ഒരു ഓർക്കസ്ട്രേറ്റഡ്, അത് ദൈവം തന്നെ ഇങ്ങനെ കണക്ക് കൂട്ടി അത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ അദൃശ്യ കാര്യങ്ങൾ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിലുടനീളം കാണാം. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശത്രുക്കളെയും ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു എല്ലാ ഘട്ടത്തിലും നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ, അതായത് ഹിസ്ബുള്ളയുടെ ലീഡറായ നസ്രല്ലയുടെ റൈറ്റ് ഹാൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫുവാദ് ഷുക്കർ ആളും, അതുപോലെ തന്നെ ആ ഒരു തീവ്രവാദ നേതാവും, അതുപോലെ തന്നെ ഹമാസിന്റെ ഏറ്റവും വലിയ തലവൻ അത് ഇസ്മായിൽ ഹനിയും 24 മണിക്കൂറിനുള്ളിൽ 2 സ്ഥലത്തായിട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഇത്രയും നാളും ഇസ്മായിൽ ഹനിയ ഖത്തറിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഇസ്മായിൽ ഹനിയ ഖത്തറിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഖത്തറിൽ പോയി ഇസ്മായിൽ ഹനിയെ ആക്രമിച്ച് കൊന്നെങ്കിൽ അതിനുണ്ടാവുന്ന ഒരു എഫക്റ്റിന്റെ 100 ഇരട്ടി എഫക്റ്റ് ആണ് ഇറാനിൽ പോയി ഈ ഇസ്മായിൽ ഹനിയെ കൊന്നപ്പോ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ ഒരു ഏറ്റവും സേഫ്റ്റി ഉള്ള ഒരു സോണിലാണ് ഈ ഇസ്മായിൽ ഹനിയെ ഇസ്രായേലിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇസ്രായേലിന്റെ എല്ലാ ശത്രുക്കൾക്കും ഉള്ള ഒരു കോമൺ മെസ്സേജ് ആണ് ഈ ഇറാനിൽ പോയി ഇസ്മായിൽ ഹനിയെ വധിച്ച ഈ സംഭവത്തിലൂടെ പകരുന്ന ഒരു സന്ദേശം അതാണ്. എല്ലാ ശത്രുക്കളും അത് മനസ്സിലാക്കി ഇനി പെരുമാറിയില്ലെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകും. ആ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുക്കളാണ് വിചാരിക്കേണ്ടത്. ഇസ്രായേൽ എപ്പോഴും സ്വയം പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ശത്രുക്കൾക്ക് ഈ ഒരു ഇസ്രായേലിന്റെ മേലുള്ള ആ ഒരു സീല് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്ന് ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു. എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അത് ഈ ഇസ്മായിൽ ഹനിയ ഈ ആളെ വെച്ചിട്ട് ഈ ഹമാസ് പ്രേമികൾ ഒരു അനുകൂല അല്ലെങ്കിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഹനിയ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നതിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ വ്യക്തി ജനിച്ചു വീഴുന്നത്. ഈ ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, ഹമാസിന്റെ ഒരു ചാർട്ടർ അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ഭരണഘടന, അതിനെപ്പറ്റി നമ്മൾ പല പ്രോഗ്രാമുകളിലും അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ചാർട്ടറിലെ അപകടം, ഭീകരാവസ്ഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ, യഹൂദർക്കെതിരെ വളരെയധികം വിദ്വേഷം ജനിപ്പിക്കുന്ന, അവരെ കൊന്നെടുക്കണം എന്നൊക്കെ പറയുന്ന ചാർട്ടർ, അതിന്റെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഇസ്മായിൽ ഹനിയ. 13 മക്കളുടെ പിതാവാണ് ഇസ്മായിൽ ഹനിയ. ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്മായിൽ ഹനിയുടെ ബന്ധുക്കളെയൊക്കെ ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്കിലൂടെ കൊലപ്പെടുത്തുകയുണ്ടായി. ഞാൻ പറയാൻ കാരണം, ഈ ഇസ്മായിൽ ഹനിയ എന്ന വ്യക്തി നമ്മൾ ഈ കൊടും ഭീകരൻ അല്ലെങ്കിൽ ഭീകരവാദി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു അറിവും പഠിപ്പുമില്ലാത്ത വ്യക്തിയല്ല ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ വ്യക്തി. ഈ പറയുന്ന വ്യക്തി ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം കൂടി നാം പരിശോധിക്കണം. അതായത് ഗാസയിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ പറയുന്ന ഇസ്മായിൽ ഹനിയ അറബിക് ലിറ്ററേച്ചറിൽ ഡിഗ്രി എടുക്കുന്നത്. അപ്പം വിദ്യാഭ്യാസമുള്ള ആളാണ്. ആള് ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ സമയത്ത് ഈ പറയുന്ന വ്യക്തി ഉയർന്നു വന്നിരുന്നു. അപ്പോൾ നമുക്കറിയാം, അത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രോഗ്രാമിലേക്ക് ഈ അടുത്ത ദിവസങ്ങളൊക്കെ കേരളത്തിൽ നടന്ന പല സംഭവ വികാസം നമുക്കറിയാം. ഈ എങ്ങനെയാണ് യുവജനങ്ങൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, തീവ്ര മതചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്ട് നമ്മളെ പല പ്രോഗ്രാമുകളിലൂടെയും പൊതുസമൂഹത്തിലൂടെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വ്യക്തി എങ്ങനെയാണ് ഒരു കൊടും ഭീകരനായിട്ട് മാറിയത് എന്നത് ഇസ്മായിൽ ഹനിയുടെ ലൈഫിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ഓഫ്
ഗാസയുടെ ഡീനായിട്ട് പ്രവർത്തിച്ചു. അപ്പം വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന ഉദ്യോഗമുണ്ട്, ഒപ്പം തന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു. ഈ ഹമാസ് എന്ന കൊടും ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്ത ഒരു വ്യക്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സേവ് ഗാസ അല്ലെങ്കിൽ ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞ് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗാസയിൽ ഒരു സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹമാസ് തന്നെയാണ്. ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ചൊറിയാൻ വന്നു. ഇസ്രായേൽ അതിനെതിരെ സൈനിക നടപടി സ്വീകരിച്ചു. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയാണ്. അപ്പോൾ ഈ സാധാരണ ജനങ്ങളെ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇസ്മായിൽ ഹനി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഈ ദോഹയിലും ഖത്തറിലുമുള്ള തന്റെ ആഡംബര റിസോർട്ടുകളിലൊക്കെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. ബില്യണിയർ ആണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയാണ് ഈ പറയുന്ന ഇസ്മായിൽ ഹനിയ. മാത്രമല്ല, ഈ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് ഈ റാഫ ടണൽ വഴി കടത്തുന്ന ഈ സാധനങ്ങൾക്ക് 20% ടാക്സ് ഒക്കെ ഈടാക്കുമായിരുന്നു. അതിന്റെ പകുതിയും പോകുന്ന ഇസ്മായിൽ ഹനിയുടെ പോക്കറ്റിലേക്കാണ്. പിന്നീട് നമുക്കറിയാം, ഈ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ ഈ പാലസ്തീൻ അതോറിറ്റിനെയാണ് അംഗീകരിക്കുന്നത്. പലപ്പോഴും ഈ ഗാസ ഈക്വൽ ടു ഹമാസ് അല്ലെങ്കിൽ ഈ ഗാസയിലെ പാലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ യഥാർത്ഥ സ്വരം പറയുന്നത് ഈ ഹമാസ് ആണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളാണെങ്കിൽ പലരും പരത്തുന്നുണ്ട്. ഈ 2006 ആ ഒരു കാലഘട്ടത്തിലാണ് അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ ഇലക്ഷൻ അന്ന് നമുക്കറിയാം ഈ ഹമാസ് അവിടെയുണ്ട്, ഈ പറയുന്ന ഫത്ത പാർട്ടി അവിടെയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പാലസ്തീന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ഇസ്മായിൽ ഹനി എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഇസ്മായിൽ ഹനിയുടെ ചില ചെയ്തികളുമായിട്ട് ഈ ഫത്ത പാർട്ടിക്ക് ഒത്തുപോകാൻ സാധിച്ചില്ല. അന്നത്തെ പാലസ്തീൻ പ്രസിഡന്റ് ഈ പറയുന്ന ഇസ്മായിൽ ഹനിയെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു. പക്ഷെ പുള്ളി പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല. പുള്ളി ഒരു സ്വയം പ്രഖ്യാപിത പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഗാസയിൽ തന്നെ തുടരുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ്. അതായത് ഈ യഥാർത്ഥ പാലസ്തീൻ ജനതയുടെ ഒരു ശബ്ദമല്ല ഇസ്മായിൽ ഹനിയെ പോലുള്ള ഹമാസ് നേതാക്കൾ. പിന്നീട് ഈ പറയുന്ന വ്യക്തിക്ക് ഈ ഗാസയിൽ നിന്നും ഈ ഖത്തറിലേക്ക് പോകുന്നു. പിന്നെ ഖത്തറിൽ ആ വ്യക്തി നടത്തിയ ഓപ്പറേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ ഈ ഇസ്മായിൽ ഹനിയുടെ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഇസ്മായിൽ ഹനിയുടെ 3 പെങ്ങന്മാരുണ്ട്. 3 പെങ്ങന്മാരും ഇസ്രായേലി പൗരന്മാരാണ്. അവർ ഇസ്രായേലിൽ സുരക്ഷിതമായിട്ടാണ് താമസിക്കുന്നത്. ഈ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഗാസയിലേക്ക് തിരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നോർമൽ ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന് എത്രത്തോളം ദോഷമുണ്ടാക്കിയെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിനറിയാം. പക്ഷെ എങ്കിൽ പോലും ആ സാഹചര്യത്തിൽ പോലും ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുക്കൾക്ക് മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്രായേൽ പ്രദേശത്തുള്ള ഹോസ്പിറ്റലിൽ വെച്ചാണ് അവർക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് പാലസ്തീനിലെ സാധാരണ ജനതയ്ക്കെതിരെയല്ല, ഈ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന, ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജനം ദുരിതമയമാക്കുന്ന ഇസ്മായിൽ ഹനിയെ പോലുള്ള കൊടും ഭീകരർക്കെതിരെയാണ് എന്നൊരു പോയിന്റാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് വരുമ്പം റോബിൻ, അതായത് ഈ അമേരിക്കയുടെ ഒരു നിലപാട് ഇവിടെ വളരെയധികം ഒരു നിർണായകമായിരിക്കില്ലേ? ഒരു പോയിന്റ് കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിനെതിരെ വന്നു കഴിഞ്ഞാൽ ഈ യമനിൽ നിന്നും ഹൂതി, ലെബനോണിൽ നിന്നും ഹിസ്ബുള്ള, ഈ സിറിയ പ്രദേശത്ത് നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റ്, ഒപ്പം തന്നെ ഇറാനിൽ നിന്നും ഒരു പരമാധികാര രാജ്യം എന്ന നിലയിൽ ഇറാനിൽ നിന്നുള്ള ഒരു അറ്റാക്ക്. പിന്നെ റോബിൻ സൂചിപ്പിച്ച ഒരു ആശങ്ക അവിടെ പ്രസക്തമാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒന്നാവുന്ന ഒരു സ്ഥിതിവിശേഷം. ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യമാണ്, അമേരിക്ക പിന്തുണയ്ക്കും എന്നൊരു വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ആക്രമണത്തെ ഇസ്രായേലിന് നേരിടാൻ എത്രത്തോളം ഒരു സൈനിക ശേഷിയുണ്ട്? നമുക്കറിയാം, ചരിത്രത്തിലൂടെ പോകുമ്പോൾ റോസ് കൃത്യമായി പറഞ്ഞു, ദൈവത്തിന്റെ ഒരു കാര്യം ഇസ്രായേലിനൊപ്പം ഉണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാം, അതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെ നേരിടും? ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു നിലപാട് കൂടി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവർ മുൻപേ കണ്ടിട്ടുണ്ട്. ഇവര് മുൻപേ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മേഖലകളിലെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഇറാഖിൽ പല സൈനിക താവളങ്ങളുണ്ട്, ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്. ഇങ്ങനെ ഈ മേഖലകളിൽ ഒരുപാട് സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈനിക താവളങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിലും ഇസ്രായേൽ ഒരു വളരെ ചെറിയ കൊച്ചു രാജ്യമാണ്. ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ആക്രമണത്തിൽ ഇവരുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള, ഹൈലി ഗാർഡഡ് ആയിട്ടുള്ള അവരുടെ സൈനിക താവളത്തിലാണ് ഇറാന്റെ മിസൈൽ ചെന്ന് പതിച്ചത് എന്നുള്ളത്. അത് ശരിക്കും അവരെ അക്ഷരാർത്ഥത്തിൽ ശരിക്കും അന്ന് ഇറാന് ഒന്നും സംഭവിച്ചില്ല, 90% ആയുധങ്ങളും അവര് മിസൈൽ വെച്ച് തകർത്തു എന്ന് പറഞ്ഞാലും അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ അമേരിക്കയുടെ അത് നമ്മൾ ഒരിക്കലും ഇസ്രായേൽ അമേരിക്കയുടെ ഒരു സ്റ്റേഷൻ മാത്രമാണ്. ഈ ഏരിയയിലുള്ള അമേരിക്കയുടെ ഒരു സ്റ്റേഷൻ മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന ഈ ട്രേഡ് റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഏറ്റവും കീ ആയിട്ടുള്ള ഭാഗത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഇസ്രായേൽ ഇരിക്കുന്നത്.
അവിടെ അപ്പുറത്ത് തുർക്കിയുണ്ട്, ഇപ്പുറത്ത് ഈജിപ്തുണ്ട്. പക്ഷെ ഇവരെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് അവർക്കൊന്നും എങ്ങോട്ട് മാറിയാലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഇസ്രായേൽ ഇരിക്കുന്നത്. അത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഇസ്രായേൽ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് അമേരിക്ക ഇവരുടെ സൈനിക താവളത്തിൽ ഇറാനെ പ്രത്യേകം നിരീക്ഷിക്കാൻ വേണ്ടി വരെ അവിടെ റഡാർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ഇവരിങ്ങനെ ചെയ്തത് ശരിക്കും നമ്മളിപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ 1962 കാലഘട്ടത്തില് ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടന്നു. അന്ന് ലോകം മുഴുവൻ വിചാരിച്ചു ഒരു മൂന്നാം ലോകം മഹായുദ്ധം നടക്കുന്നത്. അതിനുശേഷമാണ് കെന്നഡിയുടെ വധമെല്ലാം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ 63 ഉണ്ടാകുന്നത്. ആ സമയത്ത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് അത് ഇല്ലാതായിപ്പോയി. സമാനമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മൾ തന്നെ പല വാർത്തകൾ കൊടുത്തു. എന്ന് വെച്ചാൽ റഷ്യയുടെ വാർഷിപ്പുകൾ ക്യൂബയുടെ സമീപത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതെല്ലാം ആ പഴയ സാഹചര്യം തന്നെ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അന്നത്തെ കഴിഞ്ഞ് ഭീകരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അന്ന് USSRും അമേരിക്കയും തമ്മിലായിരുന്നു. അത് രണ്ട് ചേരികളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് ചൈന, റഷ്യ, ഇറാൻ ആക്സിസ് രൂപപ്പെട്ടിരിക്കുന്നു സെപ്പറേറ്റ് ആയിട്ട്. അതുകൂടാതെ ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പൊ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പലതും ചൈനയോട് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന മാലിദ്വീപ് പോലും നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന അൺട്രസ്റ്റ് പോലും ചൈനയുടെ സ്വാധീനം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈ രീതിയിൽ ലോകം ഡിവൈഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇനി അതുകൊണ്ടാണ് ഈ അവസരത്തിലാണ് ശരിക്കും ഇറാനിലേക്ക് നടത്തിയ അറ്റാക്ക് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഓൾ ഔട്ട് വാർ എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ ഓൾ ഔട്ട് വാർ നടക്കുകയാണെങ്കിൽ തീർച്ചയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായിട്ട് ഇടപെടും. അവിടെ യൂറോപ്യൻ യൂണിയനിലേക്ക് റഷ്യ അറ്റാക്ക് നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീതി. കാരണം യൂറോപ്പ് റഷ്യയുടെ ആക്രമണത്തെ ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന എല്ലാ വാർത്തകളും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമണം വരുവാണെങ്കിൽ അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളെ പ്രതിരോധിക്കുക എളുപ്പമാണ്. അമേരിക്ക കൂടെ നിന്ന് കഴിഞ്ഞാൽ അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും ബലം. അതാണ് അമേരിക്കയാണ് ഏറ്റവും വലിയ ബലം. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് വാർ ജയിക്കുമെന്ന് ഇസ്രായേലിന് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ അമേരിക്ക കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്ന് പറയുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെ അവിടെ ആ മേഖലയിലുണ്ട്. അമേരിക്കയുടെ ഇത്രയും സൈനിക താവളങ്ങൾ, ഒരുപാട് സൈനിക താവളം ഈ മേഖലകളിലുണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇസ്രായേലിനെ അടിച്ചിടാൻ കഴിയില്ല എന്നുള്ളത് ഈ കാരണങ്ങൾ കൊണ്ട് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വ്യക്തമാണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് വരാം. നമുക്ക് ഈ തുർക്കിയുടെ ഒരു സ്റ്റാൻഡ് അല്ലെ, റോബിൻ സൂചിപ്പിച്ചതുപോലെ അതൊരു എന്താ പറയുക, തീവ്ര ഇസ്ലാമിക നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് തയ്യിബ് എർദോഗന്റെ ഒക്കെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. തുർക്കിയുടെ പല ഭീഷണികളും നമ്മൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുർക്കിയുടെ എല്ലാ പ്രതികരണങ്ങളും അല്ലെങ്കിൽ എല്ലാ നിലപാടുകളും ഇസ്രായേൽ സ്വയം പ്രതിരോധാർത്ഥം എടുക്കുന്ന എല്ലാ നടപടികൾക്കും എതിരായിട്ടാണ്. കഴിഞ്ഞ ദിവസം കൂടിയും തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പറഞ്ഞു, വേണ്ടി വന്നാൽ ഇസ്രായേലിനകത്ത് കയറി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തുർക്കി മാത്രമല്ല, റഷ്യ, ചൈന, ഇങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകത്തിന് ശേഷം എല്ലാവരും ഇസ്രായേലിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ സുന്നി ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ഈ ഇറാൻ ചെല്ലും കൊടുത്ത് വളർത്തുന്ന തീവ്രവാദ സംഘടനകൾ എന്ന് പറയുന്നത് ഷിയ ഐഡിയോളജി, അതായത് ഇറാൻ എന്ന് പറയുന്നത് ഷിയ ഐഡിയോളജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഭരണകൂടമുള്ള രാജ്യമാണ്. നമ്മൾ മുമ്പ് പല പ്രോഗ്രാമുകളിലും ചർച്ച ചെയ്തു. ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കിടയിൽ ഒരു ഐഡിയോളജി പരമായിട്ടുള്ള ഒരു എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു കോമൺ പോയിന്റ് വരുമ്പോൾ അല്ലെങ്കിൽ കോമൺ ശത്രു വരുമ്പോൾ ഇവർ ഒന്നിക്കുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഹമാസിന്റെ കേസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇസ്മായിൽ ഹനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹമാസിനെ ചെലവും കൊടുത്ത് വളർത്തുന്നു, ആയുധം കൊടുക്കുന്നു, സാമ്പത്തിക ബലം കൊടുക്കുന്നു, ഒരു സുന്നി തീവ്രവാദ സംഘടനയായിട്ട് കൂടി. കാരണം എന്താ, അവിടെ ഒരു കോമൺ എലമെന്റ് അവിടെ നിൽക്കുന്നുണ്ട്. കോമൺ ശത്രു എന്ന് പറയുന്നത് ഇവരുടെ ഇസ്രായേലാണ്. ഒരു പോയിന്റ് കൂടി പറയാനായിരിക്കും, അതായത് ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്മായിൽ ഹനി അവിടെ കിടക്കുന്നു, ഇറാൻ അവിടെ കിടക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര എന്നൊക്കെ പറയുന്നത്. അതാണ്. അപ്പോൾ അത് വളരെ പ്രസക്തമല്ലേ? അതായത് ഒരു കോമൺ ഒരു എലമെന്റ് ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഐഡിയോളജിപരമായിട്ട് ഡിഫറൻസ് ഉണ്ടോ, ആശയപരമായിട്ട് ഒരു ഭിന്നതയുണ്ടോ, അത് ഏത് തീവ്രവാദ സംഘടനയായിക്കോട്ടെ, അവർ തമ്മിൽ ഒന്നിച്ച് കോമൺ കോസിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം, അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയെ കൂടുതൽ ഒരു കോംപ്ലക്സ് ആക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വൈരുദ്ധ്യമുള്ള ഒരു കാര്യം, ഈ സുന്നി സംഘടനയ്ക്ക് വേണ്ടിയിട്ട്
ഇറാൻ ഇറങ്ങി, അവർ ആയുധം കൊടുത്തു, അവർ തന്ത്രം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇറാൻ ഈ ഒരു യുദ്ധത്തിലേക്ക് ചാടുന്നത് ഈ സുന്നി ഭീകരവാദികളെ ഇസ്രായേൽ ആക്രമിക്കുന്നതാണ് എന്നുള്ളതിന്റെ ആ ഒരു ടാക്ടിക്സ് ഉണ്ട്. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അറേബ്യൻ മേഖലയിലുള്ളതൊന്നും ജനാധിപത്യ രാജ്യങ്ങളല്ല, ഇവരെല്ലാം അല്ലാതെ ഉള്ള രാജ്യങ്ങളാണ്. ഇവര് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു മുല്ലപ്പൂ വിപ്ലവം പോലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം അധികാരം പോകും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇറാൻ അതിനുവേണ്ടി യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇവർക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് തുർക്കിക്കാണ്. കാരണം തുർക്കി ഈ മേഖലയിൽ മറ്റൊരു ശക്തി വരാൻ ഇവർക്ക് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞു, ഞങ്ങള് സൈപ്രസിനെ ആക്രമിക്കുമെന്ന്. സൈപ്രസിനെ ആക്രമിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. സൈപ്രസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കും. ഒരു ഭാഗത്ത് തുർക്കിയുടെ ഇൻഫ്ലുവൻസ് ആണ്, മറുഭാഗത്ത് ഗ്രീസിന്റെയാണ്. അവിടെ ആക്രമിച്ചാൽ ഗ്രീസ് ഇറങ്ങും. ഗ്രീസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുർക്കിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ മേഖലയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലെല്ലാമാണ് ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓൾ ഔട്ട് വാറിലേക്ക്, ഈ മേഖല മൊത്തം ഒരു വാറിലേക്ക് പോകുന്നത് നമ്മൾ പറയാൻ കാരണം. ഈ പ്രോഗ്രാമിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇസ്മായിൽ ഹനിയെ പോലുള്ള കൊടും ഭീകരർ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒക്ടോബർ 7 ആ ഒരു ദാരുണ ദൃശ്യങ്ങൾ കണ്ട ഏതൊരു വ്യക്തിക്കും അത് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ഹമാസിനെതിരെ ഇസ്രായേൽ നേടിയ ഒരു നിർണായകമായിട്ടുള്ള വിജയം കൂടി തന്നെയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫായ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ അതിസാഹസികമായ അതിതന്ത്രപരമായിട്ടുള്ള ഒരു വിജയം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഗാസ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഖാലിദ് മാഷൽ എന്ന കൊടും ഭീകരനാണ് അടുത്ത ഒരു തലവനായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അതിന്റെ ഒരു കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഖാലിദ് മാഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹമാസ് ഐക്യദാർഢ്യ റാലി, കോഴിക്കോട് നടന്ന ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഹമാസ് ഐക്യദാർഢ്യ റാലിയിൽ ഓൺലൈനായിട്ട് വന്ന് കേരളത്തിലെ ഈ ഹമാസ് പ്രേമികളെ അഭിസംബോധന ചെയ്ത കൊടും ഭീകരൻ. അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരു തരത്തിലും ശുഭകരമല്ല, പ്രത്യേകിച്ച് ലോക സമാധാനത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നത്. ഈ വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോൾ തീർച്ചയായും ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ലോക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിന് പിന്തുണ നൽകേണ്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹമാസ് എന്ന കൊടും ഭീകര സംഘടനയെ താലോലിക്കുന്ന, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാനുള്ള ആർജവം അതാത് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ കാണിക്കണം. അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം. ഒപ്പം ഈ കേരളത്തിലും ഈ ഇസ്മായിൽ ഹനിയെ പോലുള്ള കൊടും ഭീകരന് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട്, പോരാളി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട്, രക്തസാക്ഷി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ആർജവം ഉണ്ടോ എന്ന ചോദ്യം കൂടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. ഇസ്രായേലിനൊരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുവാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന രാജ്യങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയും അതേ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനൊപ്പം നിൽക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആശയവും നിലപാടും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.